യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ച 2026 മെയ് 19 ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ചില വീടുകളിൽ എല്ലാവരും ഒരേ മേൽക്കൂരക്കടിയിൽ തന്നെയായിരിക്കും. പക്ഷെ ഹൃദയങ്ങൾ പല മുറികളിൽ അടഞ്ഞുകിടക്കുന്നതുപോലെ അടുക്കളയിൽ ചായ തിളക്കുന്നു, ഭക്ഷണമേശയിൽ കപ്പുകൾ വയ്ക്കുന്നു, കുട്ടികളുടെ പുസ്തകങ്ങൾ തുറന്നുകിടക്കുന്നു. പക്ഷേ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു വാക്കുപോലും ശാന്തമായി പോകുന്നില്ല. ചിലപ്പോൾ വാക്കില്ല, മൗനം മാത്രം. ആ മൗനം തന്നെയാണ് വാക്കുകളേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഒരു ഭാര്യ പാത്രം കഴുകുമ്പോൾ കണ്ണുനീർ വെള്ളത്തിൽ കലർന്നു പോകുന്നു. ഒരു ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോൾ കുട്ടികളുടെ മുഖം നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഉള്ളിൽ ക്ഷീണം, വാടക വായ്പ, ജോലി, മരുന്ന്, മക്കളുടെ പഠനം, വീട്ടിൻ്റെ ഭാവി എല്ലാം ചേർന്ന് നെഞ്ചിനുള്ളിൽ കല്ലുപോലെ കിടക്കുന്നു. പിന്നെ ചെറിയൊരു കാര്യം മതി, ഒരു ചോദ്യം, ഒരു വൈകിയ മറുപടി, ഒരു പഴയ ആരോപണം. ഉടനെ വീട്ടിലെ വായ് കട്ടിയാകുന്നു. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ മൃദുലമായ സ്നേഹത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനായി സഭ കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബ സമാധാന പ്രാർത്ഥനാ യാത്രയിൽ ഇന്ന് അത്യാവശ്യമായ ഒരു ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള മൗനം, മുറിവ്, ക്ഷീണം, മനസ്സിലാകാത്ത വേദന എന്നിവ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. വിവാഹബന്ധത്തിൻ്റെ മുറിവുകൾ പുറത്ത് കാണാൻ എളുപ്പമല്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ കുടുംബം ശരിയെന്ന് തോന്നും. പള്ളിയിൽ ഒരുമിച്ച് ഇരിക്കും, ബന്ധുക്കളുടെ മുമ്പിൽ ചിരിക്കും, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും, വീട്ടിലെ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഉള്ളിൽ സംസാരിക്കാത്ത വേദനകൾ അടിഞ്ഞുകിടക്കും. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾ എപ്പോഴും കുറ്റം പറയുന്നു, എൻ്റെ അധ്വാനം ആരും കാണുന്നില്ല, എൻ്റെ കണ്ണുനീർ ആരും കേൾക്കുന്നില്ല. ഇങ്ങനെ ഇരുവരുടെയും ഹൃദയത്തിൽ വേറെ വേറെ മുറിവുകൾ. ചില വീടുകളിൽ സാമ്പത്തിക ഭാരം കൊണ്ട് ബന്ധം കഠിനമായി പോയിരിക്കുന്നു. ചില വീടുകളിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവും നാട്ടിലെല്ലാം ചുമക്കുന്ന ഭാര്യയും തമ്മിൽ അകലം വന്നിരിക്കുന്നു. ചില വീടുകളിൽ വർഷങ്ങളായുള്ള അപമാനവാക്കുകൾ മുറിവായി നിൽക്കുന്നു. ചില വീടുകളിൽ മക്കൾ മാതാപിതാക്കളുടെ തർക്കം കേട്ട് ഉള്ളിൽ ഭയപ്പെടുന്നു. ചില വീടുകളിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റേയാൾക്ക് മനസ്സില്ല. ചില വീടുകളിൽ സ്നേഹം മരിച്ചിട്ടില്ല, പക്ഷേ അത് പറയാനുള്ള ഭാഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെയാണ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒരു വീട്ടിൻ്റെ അടിത്തറയിലേക്ക് ഇറങ്ങുന്ന മരുന്നാണ്. ക്ഷമിക്കുക എന്നത് സംഭവിച്ചതെല്ലാം ചെറുതായിരുന്നു എന്ന് പറയുന്നതല്ല, വേദനയില്ലായിരുന്നു എന്ന് നടിക്കുന്നതുമല്ല. ക്ഷമിക്കുക എന്നത് എൻ്റെ മുറിവിൻ്റെ അവസാന ഉടമ ഞാനല്ല, അത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു എന്ന വിശ്വാസമാണ്. എനിക്ക് പൂർണ്ണമായി കഴിയുന്നില്ല കർത്താവേ, നീ എന്നെ സഹായിക്കണമേ എന്ന് സമ്മതിക്കുന്ന വിനയമാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സമാധാനം ഒരു ദിവസം കൊണ്ട് തകർന്നതല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമാകണമെന്നില്ല. പക്ഷേ കൃപ ഒരു ചെറിയ വാതിൽ തുറക്കാം, ഒരു കടുപ്പമുള്ള മുഖം മൃദുവാക്കാം, വർഷങ്ങളായി പറയാത്ത ഒരു ക്ഷമിക്കണം അതരത്തിൽ എത്തിക്കാം. എനിക്ക് കോപമല്ല, എനിക്ക് വേദനയാണെന്ന് പറയാനുള്ള ധൈര്യം തരാം. ദൈവം കുടുംബത്തെ സൗഖ്യമാക്കുന്നത് പലപ്പോഴും ഈ ചെറിയ തുടക്കങ്ങളിലൂടെയാണ്. പരിശുദ്ധ അമ്മ മറിയം നസ്രത്തിലെ വീട്ടിലെ നിശബ്ദ പരിശുദ്ധി അറിയുന്ന അമ്മയാണ്. ജോസഫിനൊപ്പം ദാരിദ്ര്യവും അധ്വാനവും അനിശ്ചിതത്വവും അവൾ കണ്ടു. ബെത്ലഹേമിൽ വാതിൽ അടഞ്ഞപ്പോൾ അവൾ മൗനത്തിൽ സഹിച്ചു. ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ കുടുംബത്തിൻ്റെ ഭയം അവൾ അറിഞ്ഞു.
അതുകൊണ്ട് ഇന്ന് കുടുംബത്തിനുള്ളിലെ ക്ഷീണം, ദമ്പതികളുടെ മൗനം, മക്കളുടെ ഭയം, അടുക്കളയിലെ കണ്ണുനീർ എല്ലാം മാതാവ് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്നു. ഒരു വിവാഹ ജീവിതം ചിലപ്പോൾ 2 പേർ ചേർന്ന് താങ്ങുന്ന ഒരു വിളക്ക് പോലെയാണ്. ഒരാൾക്ക് മാത്രം പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ കൈ ക്ഷീണിക്കും. 2 പേരും കോപത്തിൽ കൈവിട്ടാൽ വെളിച്ചം നിലത്തു വീഴും. പക്ഷേ 2 പേരും തളർന്ന കൈകൾ യേശുവിൻ്റെ കയ്യിൽ വെച്ചാൽ ആ വിളക്ക് വീണ്ടും നിലനിൽക്കും. തീ മങ്ങിപ്പോയാലും തിരി ഇനിയും കത്താനുണ്ടെങ്കിൽ കൃപ വീണ്ടും ജ്വാല കൊടുക്കും. ഞാൻ ഓർക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചെറിയ സാക്ഷ്യമുണ്ട്. ഭർത്താവ് ദിവസവേതന ജോലിക്ക് പോകുന്ന ആളായിരുന്നു. ചില ദിവസങ്ങളിൽ ജോലി ഉണ്ടാകും, ചില ദിവസങ്ങളിലില്ല. ഭാര്യ വീട്ടിലും 2 മക്കളുടെയും പഠനത്തിലും രോഗിയായ അമ്മയുടെയും കാര്യങ്ങളിൽ മുഴുകി. വീട്ടിലൊരു ചെറിയ വായ്പ മേശപ്പുറത്ത് മടക്കി വെച്ച രസീത്, അലമാരയിൽ പഴയ രേഖകളുള്ള ഫയൽ, അതിൻ്റെ കോണുകൾ ചീന്തിപ്പോയിരുന്നു. ഒരു ദിവസം രാവിലെ കുട്ടിയുടെ ഫീസ് കാര്യം പറഞ്ഞപ്പോൾ ചെറിയ വാക്ക് വലിയ വഴക്കായി. ഭർത്താവ് മിണ്ടാതെ പുറത്തേക്ക് പോയി. ഭാര്യ അടുക്കളയിൽ നിന്ന് അടുപ്പിൽ കഞ്ഞി തിളച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൾക്ക് അത് താഴെ ഇറക്കാൻ പോലും മനസ്സില്ല. കണ്ണുനീർ വന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന നനഞ്ഞ തുണി മേശപ്പുറത്ത് വെച്ചു. അരികിൽ ഒരു പഴയ ജപമാല അവൾ പറഞ്ഞു, ഈശോയെ, ഞങ്ങളുടെ വീട്ടിൽ സ്നേഹമുണ്ടായിരുന്നു, അത് തിരിച്ചു തരണമേ. ആ ദിവസം തന്നെ എല്ലാം മാറിയില്ല. വൈകുന്നേരവും വീട്ടിൽ മൗനമുണ്ടായിരുന്നു. പക്ഷേ രാത്രി കുട്ടികൾ ഉറങ്ങിയ ശേഷം ഭർത്താവ് അടുക്കള വാതിലിനരികിൽ നിന്നു. കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ രാവിലെ കടുപ്പമായി പറഞ്ഞു, എനിക്ക് ഭയമായിരുന്നു. ഭാര്യയും ഏറെ നേരം മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, എനിക്കും ഭയമാണ്, ഞാൻ ഒറ്റയ്ക്ക് പോലെ തോന്നുന്നു. അന്ന് അവർ വലിയ പ്രശ്നങ്ങൾ തീർത്തില്ല. പക്ഷെ ആദ്യമായി അവർ കുറ്റപ്പെടുത്താതെ ഭയം പറഞ്ഞു. അടുത്ത ആഴ്ചകളിൽ അവർ ദിവസവും വലിയ പ്രാർത്ഥന ചെയ്തില്ല. പക്ഷേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിൻ്റെ മുന്നിലെ ചെറിയ കുരിശിൻ്റെ മുമ്പിൽ ഒരു മിനിറ്റ് നിൽക്കാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ മനസ്സില്ല, ചില ദിവസങ്ങളിൽ വാക്കില്ല. എങ്കിലും ഒരു മാറ്റമുണ്ടായി. വീട്ടിലെ ശബ്ദം കുറച്ചു. കുട്ടികൾക്ക് ഭയം കുറഞ്ഞു. കടം ഉടനെ തീർന്നില്ല, ജോലി സ്ഥിരമായില്ല. പക്ഷേ ഒരുമിച്ച് വഹിക്കാനുള്ള കൃപ അവർക്ക് ലഭിച്ചു. ഭാര്യ പറഞ്ഞ, അച്ഛാ, അത്ഭുതം വലിയതല്ല, പക്ഷേ ഇനി ഞങ്ങൾ തമ്മിൽ ശത്രുക്കളല്ലെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൃപയുടെ മൃദുവായ പ്രവർത്തനം. ദൈവം ചിലപ്പോൾ ആദ്യം പുറത്തുള്ള സാഹചര്യങ്ങൾ മാറ്റുന്നില്ല, ആദ്യം വീട്ടിലെ നിലപാട് മാറ്റുന്നു. ഞാൻ മാത്രം വഹിക്കുന്നു എന്ന വേദനയെ നമുക്ക് യേശുവിനൊപ്പം വഹിക്കാം എന്ന വിശ്വാസമാക്കുന്നു. നീ കാരണമെന്ന ആരോപണത്തെ നമുക്ക് കരുണ വേണം എന്ന പ്രാർത്ഥനയാക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഭർത്താവെ, നിന്റെ ക്ഷീണം യേശു കാണുന്നു. കുടുംബത്തിനായി നീ മിണ്ടാതെ ചുമക്കുന്ന ഭാരങ്ങൾ അവനറിയാം. പക്ഷെ ക്ഷീണം സ്നേഹത്തെ മുറിവേൽപ്പിക്കുന്ന വാക്കായി മാറാതിരിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഭാര്യയെ, നിന്റെ കണ്ണുനീർ യേശു കാണുന്നു. എല്ലാവർക്കും വേണ്ടി നീ തകരാതെ നിന്ന ദിനങ്ങൾ അവൻ മറന്നിട്ടില്ല. പക്ഷേ നിന്റെ വേദന നിരാശയായി മാറാതിരിക്കട്ടെ. ഇരുവരും യേശുവിൻ്റെ മുമ്പിൽ വീണ്ടും നിൽക്കണം. ഇപ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. കഴിയുമെങ്കിൽ വിവാഹമോതിരം കയ്യിൽ സ്പർശിക്കൂ. മോതിരമില്ലെങ്കിൽ വീട്ടിൻ്റെ താക്കോൽ കയ്യിൽ പിടിക്കൂ. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ, ഒരു ജപമാല, ഒരു ചെറിയ കുരിശ് എന്തെങ്കിലും കയ്യിൽ പിടിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ കൈ നെഞ്ചിൽ വെക്കൂ. വിവാഹബന്ധമുള്ളവർ ജീവിത പങ്കാളിയുടെ പേര് മനസ്സിൽ വിളിക്കൂ. വിവാഹിതരല്ലാത്തവർ സ്വന്തം കുടുംബത്തിലെ മുറിവേറ്റ ബന്ധങ്ങളെ ഓർക്കൂ. ഇന്നത്തെ ഈ നിമിഷം കുറ്റപ്പെടുത്തലിൻ്റെ നിമിഷമല്ല, സമർപ്പണത്തിൻ്റെ നിമിഷമാണ്. കർത്താവായ ഈശോയെ, ഈ ചൊവ്വാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ കരുണയുടെ മുമ്പിൽ വരുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവെ, അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ സമാധാനം നൽകിയവനെ, മൗനത്തിൽ അടഞ്ഞുപോയ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ വരണമേ.
ഈശോയെ ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള വീടുകളെ ഓർക്കണമേ. ഒരേ മുറിയിൽ ഇരുന്നിട്ടും ഹൃദയത്തിൽ അകലെയായിരിക്കുന്നവരെ ഓർക്കണമേ. പഴയ വാക്കുകളുടെ മുറിവ് ഇപ്പോഴും കത്തുന്നവരെ സൗഖ്യമാക്കണമേ. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് കരഞ്ഞിരിക്കുന്ന അമ്മമാരെയും ഭാര്യമാരെയും നീ ചേർത്ത് പിടിക്കണമേ. എൻ്റെ അധ്വാനം ആരും കാണുന്നില്ല എന്നുള്ളിൽ തളർന്നിരിക്കുന്ന അപ്പന്മാരെയും ഭർത്താക്കന്മാരെയും നീ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, വീടിൻ്റെ സാമ്പത്തിക ഭാരം ബന്ധങ്ങളെ തകർക്കാതിരിക്കട്ടെ. വായ്പ, വാടക, മരുന്ന്, ഫീസ്, ജോലി, വിസയുടെ കാത്തിരിപ്പ് ഇവയൊക്കെ ഭർത്താവും ഭാര്യയും തമ്മിൽ മതിലായി ഉയരാതിരിക്കട്ടെ. മറിച്ച് ഈ ഭാരങ്ങൾ നിന്റെ മുമ്പിൽ ഒരുമിച്ച് വയ്ക്കാനുള്ള കൃപ വരട്ടെ. തർക്കത്തിൻ്റെ മേശ പ്രാർത്ഥനയുടെ മേശയായി മാറട്ടെ. മൗനത്തിൻ്റെ മുറി സമാധാനത്തിൻ്റെ മുറിയായി മാറട്ടെ. ഈശോയെ മക്കളുടെ മുമ്പിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ കുറയട്ടെ. കുട്ടികളുടെ ഹൃദയങ്ങളിൽ ഭയം പതിയാതിരിക്കട്ടെ. അവർ മാതാപിതാക്കളെ പരസ്പരം വിരോധികളായി കാണേണ്ടി വരരുതേ. നമ്മുടെ വീടുകളിൽ മക്കൾക്ക് സുരക്ഷിതത്വം അനുഭവിക്കട്ടെ. അപ്പൻ്റെ ശബ്ദത്തിൽ കൃപയും അമ്മയുടെ കണ്ണുകളിൽ പ്രത്യാശയും അവർ കാണട്ടെ. പരിശുദ്ധ അമ്മേ മറിയമേ, നസ്രത്തിലെ കുടുംബത്തിൻ്റെ അമ്മേ, ഞങ്ങളുടെ വീടുകളിലേക്ക് വരണമേ. കടുപ്പമായ വാക്കുകൾ പറയാൻ പോകുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ അധരങ്ങളെ നീ പിടിക്കണമേ. പഴയ വേദന ഓർത്ത് ഹൃദയം കടുപ്പമാകുമ്പോൾ നീ യേശുവിൻ്റെ കരുണ ഓർമ്മിപ്പിക്കണമേ. ക്ഷമ ചോദിക്കാൻ ലജ്ജിക്കുന്നവർക്ക് വിനയം തരണമേ. ക്ഷമിക്കാൻ കഴിയാതെ നിൽക്കുന്നവർക്ക് സൗഖ്യം തരണമേ. മാതാവേ, നമ്മുടെ വീടുകളിൽ വീണ്ടും മൃദുത്വം മടങ്ങി വരട്ടെ. ഭക്ഷണം വിളമ്പുന്ന കൈകൾ വേദനയിൽ വിറയ്ക്കാതിരിക്കട്ടെ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ചുവടുകൾ ഭയത്തോടെ അല്ല, സമാധാനത്തോടെ വരട്ടെ. വാതിൽ തുറക്കുന്ന ശബ്ദം വഴക്കിൻ്റെ തുടക്കം അല്ല, അനുഗ്രഹത്തിൻ്റെ വരവായിരിക്കട്ടെ. അടുക്കളയും കിടപ്പുമുറിയും പഠനമുറിയും എല്ലാം നിന്റെ മൂടുപടത്തിനടിയിൽ സമാധാനപ്പെടട്ടെ. കർത്താവെ, കൊളോസോസുകാർക്ക് നൽകിയ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. നീ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ കൃപ തരണമേ. ക്ഷമ എളുപ്പമല്ലെന്ന് നീ അറിയുന്നു. ചില വാക്കുകൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ചില മൗനങ്ങൾ ആത്മാവിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. ചില അപമാനങ്ങൾ മറക്കാൻ കഴിയുന്നില്ല. എങ്കിലും കർത്താവെ, ഞങ്ങളുടെ മുറിവുകൾ കൈപ്പായി സൂക്ഷിക്കാതെ നിന്റെ തിരുമുറിവുകളിൽ വെക്കാൻ കൃപ തരണമേ. ഈശോയെ, വിവാഹബന്ധത്തിൽ ക്ഷീണിച്ചവരെ പുതുക്കണമേ. വേർപിരിയാതെ ഒരേ വീട്ടിൽ ജീവിച്ചാലും ഉള്ളിൽ വേർപെട്ടുപോയ ഹൃദയങ്ങളെ ചേർക്കണമേ. സംശയം നിറഞ്ഞ ബന്ധങ്ങളിൽ വിശ്വാസം വരട്ടെ. കുറ്റപ്പെടുത്തൽ നിറഞ്ഞ സംഭാഷണങ്ങളിൽ കരുണ വരട്ടെ. സ്നേഹം ചോദിക്കാൻ പോലും ലജ്ജിക്കുന്ന ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ തീയിറങ്ങട്ടെ. കർത്താവെ, മദ്യപാനം, കോപം, തെറ്റായ കൂട്ടുകെട്ട്, ഉത്തരവാദിത്വമില്ലായ്മ, പഴയ തെറ്റുകളുടെ ഓർമ്മ ഇവ കാരണം വേദനിക്കുന്ന കുടുംബങ്ങളെ നീ കരുണയോടെ കാണണമേ. ആരെയും ഞങ്ങൾ നിന്ദിക്കുന്നില്ല, ആരെയും ഞങ്ങൾ നിരാശയിലേക്ക് തള്ളുന്നില്ല. എല്ലാവരെയും നിന്റെ കരുണയിൽ സമർപ്പിക്കുന്നു. മാറ്റം ആവശ്യമുള്ളിടത്ത് മാറ്റം തരണമേ. സൗഖ്യം ആവശ്യമുള്ളിടത്ത് സൗഖ്യം തരണമേ. സംരക്ഷണം ആവശ്യമുള്ളിടത്ത് സംരക്ഷണം തരണമേ. ഈശോയെ, ഇന്ന് ഒരാൾക്ക് വീട്ടിൽ സംസാരിക്കാൻ ധൈര്യം വേണം. മറ്റൊരാൾക്ക് മിണ്ടാതിരിക്കാനുള്ള ജ്ഞാനം വേണം. മറ്റൊരാൾക്ക് ക്ഷമിക്കണം പറയാനുള്ള വിനയം വേണം. മറ്റൊരാൾക്ക് ഞാൻ വേദനിച്ചു എന്ന് ശാന്തമായി പറയാനുള്ള കൃപ വേണം. മറ്റൊരാൾക്ക് പഴയത് വീണ്ടും വീണ്ടും തുറക്കാതെ കർത്താവിന് വിട്ടുകൊടുക്കാനുള്ള ശക്തി വേണം. ഓരോരുത്തർക്കും അവർക്കാവശ്യമായ കൃപ നീ തരണമേ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ ജീവിത പങ്കാളിയുടെ പേരോ കുടുംബത്തിൽ മുറിവേറ്റിരിക്കുന്ന ഒരാളുടെ പേരോ യേശുവിൻ്റെ മുമ്പിൽ ശാന്തമായി പറയൂ. അവരെ കുറ്റം പറയാൻ അല്ല, അവരെ കർത്താവിൻ്റെ കരുണയിൽ വയ്ക്കാൻ നിന്റെ ഹൃദയവും അതോടൊപ്പം വയ്ക്കൂ. കാരണം ദൈവം ഒരാളെ മാത്രം ജയിപ്പിക്കാൻ വരുന്നവനല്ല, കുടുംബത്തെ സൗഖ്യമാക്കാൻ വരുന്നവനാണ്. ഇന്ന് കമൻറ്റിൽ നിന്റെ പേരോ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ വിഷയമോ എഴുതാം.
ഭർത്താവും ഭാര്യയും തമ്മിൽ സമാധാനം വേണം എന്ന് എഴുതാം. ഞങ്ങളുടെ വീട്ടിലെ മൗനം മാറണം എന്ന് എഴുതാം. കുടുംബം സൗഖ്യമാകണം എന്ന് എഴുതാം. മക്കളുടെ മുമ്പിൽ സമാധാനം വേണമെന്ന് എഴുതാം. ക്ഷമിക്കാനുള്ള കൃപ വേണമെന്ന് എഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമന്റ് സ്ഥലം മുറിവേറ്റ കുടുംബങ്ങൾ പരസ്പരം വിധിക്കാതെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ അഭയം തേടുന്ന ഒരു ചെറിയ പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇന്നൊരു ചെറിയ ആത്മീയ ചുവട് വെക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൈ നെഞ്ചിൽ വെച്ച് ശാന്തമായി 3 പ്രാവശ്യം പറയൂ: ഈശോയെ, ഞങ്ങളുടെ വീട്ടിൽ ക്ഷമയുടെ കൃപ തരണമേ. കഴിയുമെങ്കിൽ ഒരു ചെറിയ കുരിശിൻ്റെ മുമ്പിൽ കുടുംബത്തിലെ ആളുടെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കൂ. സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരു മൃദുവായ വാക്ക് പറയൂ. കഴിയുന്നില്ലെങ്കിൽ ആദ്യം പ്രാർത്ഥനയിൽ ആ വാക്ക് യേശുവിന് കൊടുക്കൂ. കൃപയുടെ തുടക്കം പലപ്പോഴും മൗനത്തിലാണ്. ഈ പ്രാർത്ഥന നിന്റെ ഫോണിൽ മാത്രം അടച്ചു വയ്ക്കരുത്. നിന്റെ ഫോൺ ഇന്ന് ദൈവജനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഭർത്താവുമായി സംസാരിക്കാതെ കരയുന്ന ഒരു ഭാര്യയ്ക്ക് ഇത് ആശ്വാസമായി എത്താം. ഭാര്യയുടെ വേദന മനസ്സിലാക്കാതെ മിണ്ടാതെ നടക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഇത് മൃദുത്വം വരുത്താം. മാതാപിതാക്കളുടെ മൗനത്തിൽ ഭയപ്പെടുന്ന ഒരു മകൻ്റെയോ മകളുടെയോ വീട്ടിൽ ഇത് സമാധാനത്തിൻ്റെ വിത്തായി വീഴാം. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിൻ്റെ കഥ ഇതോടെ തീർന്നിട്ടില്ല. ചില ബന്ധങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷേ യേശുവിൻ്റെ കരുണ ക്ഷീണിച്ചിട്ടില്ല. ചില വാക്കുകൾ മുറിവേൽപ്പിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് സൗഖ്യമുണ്ട്. ചില വാതിലുകൾ അടഞ്ഞു, പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അടഞ്ഞ വാതിലുകൾക്കുള്ളിലും കടന്നു വരുന്നവനാണ്. നിന്റെ വീട്ടിലെ മൗനത്തിന് യേശു സമാധാനത്തിൻ്റെ ഭാഷ തരട്ടെ. നിന്റെ വിവാഹബന്ധത്തിലെ മുറിവുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ തൈലം പകരട്ടെ. നിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ സുരക്ഷിതത്വവും പ്രത്യാശയും വളരട്ടെ. മറിയത്തിൻ്റെ മൂടുപടം നിന്റെ കുടുംബത്തെ സ്നേഹത്തോടെ മൂടിക്കൊള്ളട്ടെ. നിന്റെ വീട്ടിലെ പൊട്ടിപ്പോയ വാക്കുകൾ ക്ഷമയുടെ അനുഗ്രഹമായി വീണ്ടും പിറക്കട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും.